ഒരു ടൗണിൽ നിന്നും മറ്റൊരു ടൗണിലേക്ക് ഇതുപോലത്തെ ബസ്സുകൾ കർണാടകയിൽ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. ഗുണ്ടൽപേട്ടിൽ പോയിട്ട് ഇതുപോലത്തെ ബസ്സുകൾ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗുണ്ടൽപേട്ടിൽ നിന്ന് മൈസൂരിലേക്കും മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും 2 ബസ്സുകൾ ഇതുപോലെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രീ ആയിട്ട് ഇരുന്ന് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ബസ്സിൽ ചാർജിങ്ങിനായിട്ടുള്ള പോർട്ടുകളെല്ലാം തന്നെ മുൻസീറ്റിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പിന്നുകളാണ് കാണാൻ സാധിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ്, പ്രകാശ് ബോഡിയിലാണ് തീർത്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ബസ്സാണ്, നല്ല ഫെസിലിറ്റീസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒച്ചപ്പാട് കാര്യങ്ങളൊന്നും തന്നെ പഴയ ബസ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇല്ല എന്നുള്ളത് ഈ ഒരു ബസ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ്. ഈ ബസ്സിൽ ആളുകൾ എല്ലാ സീറ്റിലും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ടിക്കറ്റ് കൊടുത്തിട്ട് അടുത്തൊരു ടൗണിലേക്ക് പോകുന്ന കാഴ്ചയാണ്. എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തതിൻ്റെ ശേഷം കണ്ടക്ടർ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നീട് ഡ്രൈവറാണ് ഈ ഒരു ടൗണിൽ നിന്ന് അടുത്തൊരു ടൗണിലേക്ക് ഈ ബസ്സിനെ കൊണ്ടുപോവുക. 1-5-25 കാലിക്കറ്റ് വെച്ചിട്ട് ഒരുപാട് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഇതുപോലത്തെ സർവീസുകൾ നമ്മുടെ നാട്ടിലും വരികയാണ് എങ്കിൽ ഒരുപാട് യാത്രക്കാർക്ക് ഇതൊരു പ്രയോജനകരമായിരിക്കും.